ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകൾ നക്ഷത്രങ്ങൾ കൊണ്ട്, ക്രിസ്മസ് ട്രീകൾ കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ ആഗമനം, രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനനത്തിരുനാൾ ആചരിക്കുന്നു. ഈ ദിവസങ്ങളിലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ തിരുനാളിന്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹത്തോടെ, എല്ലാവരോടും ഒരുമയോടെ, സ്നേഹത്തോടെ പങ്കുവെക്കുന്ന മനോഭാവത്തോടെ ജീവിക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അമേരിക്കയിലെ പള്ളികളിൽ ഞാൻ നേരിട്ട് കണ്ട ചില കാഴ്ചകളൊക്കെ ഉണ്ട്. ഡിസംബർ മാസമായാൽ ആദ്യ 3 ആഴ്ചകളിൽ തൊട്ടടുത്തുള്ള പള്ളികളിലെ അച്ഛന്മാർ, വൈദികർ, അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഓരോ ഇടവകയിലും ആ ഇടവകയുടെ വലിപ്പവും ജനസാധ്യതയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തൊട്ടടുത്തുള്ള ഇടവകളിലെ അച്ഛന്മാർ ആ ഇടവകളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സഹായിക്കാനായിട്ട് പോകുമായിരുന്നു. ഇവിടുത്തെ പോലെ ധ്യാനങ്ങളൊക്കെ നടത്താൻ വൈദികരൊന്നും അവിടെ സുലഭമല്ല. ആയതിനാൽ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 2 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ 3 മണി മുതൽ 7 മണി വരെയുള്ള സമയങ്ങളിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും. ജനങ്ങൾക്കൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കും. ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുകളുള്ള ഒരു ജീവിതമാണ് നയിക്കുക. എന്നാൽ നേരത്തെ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ജനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പള്ളികളിലേക്ക് വരും. ചിലർ 3 ദിവസവും പള്ളിയിലേക്ക് വന്ന് കുറേ സമയം പ്രാർത്ഥിക്കുന്നു. ചിലർ 1 ദിവസമെങ്കിലും വരുവാനായിട്ട് ശ്രമിക്കും. ഇനി ഈ പള്ളികളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും. പ്രാർത്ഥനയുടെ ഫീലിങ്സ് തോന്നുന്ന ചെറിയൊരു മ്യൂസിക് ഇട്ട് കൊടുക്കും. അങ്ങനെ മണിക്കൂറുകളോളം ഓരോ കുടുംബങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും ഈ പള്ളികളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കുറേ സമയം നിശബ്ദമായി അവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. കുറേ നേരം നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അന്നു തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ കുമ്പസാരിക്കുവാനായിട്ട് തയ്യാറാകുന്നു. ഇങ്ങനെ പള്ളിയിൽ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി വൈദികർ അവിടെ ലഭ്യമാണ്. സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ നാട്ടിലെ പോലെ കുമ്പസാരിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. എന്നാൽ ഈ 2 അല്ലെങ്കിൽ 3 ദിവസങ്ങളിൽ പള്ളികളിൽ വൈദികർ സുലഭമാണ്. പരസ്പര കൂട്ടായ്മയിലൂടെ അവർ മറ്റു ഇടവകളിൽ നിന്നൊക്കെ വന്നാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുന്നത്. അങ്ങനെ ധാരാളം വ്യക്തികൾ, കുടുംബങ്ങൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വലിയ ആത്മീയ ചൈതന്യത്തിലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടിയിട്ട് അവരൊരുങ്ങുന്നത് ഇങ്ങനെയാണ്. നിശബ്ദതയിലൂടെ ദൈവം തന്ന നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബത്തെ, അവർക്ക് ഏൽപ്പിച്ച ജോലികൾ അവയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമാണ് എല്ലാം തന്നതെന്ന ബോധ്യത്തിൽ ആയിക്കൊണ്ട് നന്ദി പറയുന്ന ദിവസങ്ങൾ. പിന്നെ
ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ. നമുക്കറിയാലോ, നമ്മുടെ വാഹനങ്ങൾ കുറെ ഓടിക്കഴിയുമ്പോൾ ഒന്ന് സർവീസ് ചെയ്യുവാനായിട്ട് തയ്യാറാകും. സർവീസ് ചെയ്ത് പുറത്തൊക്കെ ഇറക്കി കഴിയുമ്പം നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് മൈലേജ് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ മിക്ക ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, ശരീരശുദ്ധി വരുത്താറുണ്ട്. അതുപോലെ ആത്മീയ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ എപ്പോഴും തിരക്കാണ്. നമുക്കറിയാം, ടെക്നോളജികളൊക്കെ വളർന്നത് നമ്മളെയൊക്കെ സഹായിക്കുവാനായിട്ടാണ്. എന്നാൽ ടെക്നോളജികൾ വളർന്നപ്പോൾ പോലും നമുക്ക് അല്പസമയമൊക്കെ ശാന്തമായിട്ടിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. കാരണം ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ജോലി ചെയ്ത് ബാക്കി 2-3 ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന വ്യക്തികളെ, അവർക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായി വീണ്ടും വീണ്ടും ഉയരാനായിട്ട്. എന്നാൽ അവരൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒത്തിരി വളരെയധികം സമ്പാദിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജീവിക്കാൻ സമ്പത്ത് വേണം. അതോടൊപ്പം തന്നെ ആ സമ്പത്ത് വിനിയോഗിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തൊക്കെയോ നേടിയെടുക്കുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുകയാണ്. 10 കിട്ടുമ്പം 100 വേണം, 100 കിട്ടുമ്പോൾ 1000, 1000 കിട്ടുമ്പോൾ 10,000, 10,000 കിട്ടുമ്പോൾ ലക്ഷം. ഓക്കെ, പ്രതീക്ഷ വേണം, എങ്കിൽ മാത്രമേ വളർച്ചയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജീവിതം മുരടിച്ചു പോകും. എന്നാൽ നമുക്ക് ഉള്ളതിനെ അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലുള്ളത് കൊണ്ട് സന്തോഷമായിട്ടൊന്ന് ജീവിക്കുവാനായിട്ട് അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് വലിയ അഭിഷേകം ഉണ്ടാകുക, വലിയ സന്തോഷം ഉണ്ടാകുക നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. സ്നേഹമുള്ളവരെ, നമ്മളെയൊക്കെ കഴിവുകൾ നൽകിയാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. കഴിവുകളില്ലാത്ത ആരും നമ്മുടെ ഇടയിലില്ല. കഴിവുകൾ വ്യത്യസ്തമാണ്. ഒന്നെങ്കിൽ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് സ്നേഹിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവായിരിക്കാം. അല്ല എങ്കിൽ സാമ്പത്തികമായൊക്കെ അധ്വാനിച്ച് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള കഴിവായിരിക്കാം. ഇനി സമൂഹത്തിലാണെങ്കിൽ ചിലരൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട്. എന്നാൽ മറുവശത്ത് വേദനയോടെ വരുന്ന വ്യക്തികളുണ്ട്, അനേകായിരങ്ങൾ. ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കൊതിക്കുന്ന വ്യക്തികൾ ചുറ്റുവട്ടം ധാരാളമാണ്. ഒരു 10 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കാമോ? ഒരു അരമണിക്കൂർ കേട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷമായി. ചിലപ്പം 1,00,000 രൂപ കൊടുക്കുന്ന തുല്യമാണ് അവരുടെ ആ സന്തോഷം. ഒന്ന് കേട്ടാൽ മതി. വേദനകൾ, ദുഃഖങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട്. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാർ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ധ്യാനിക്കുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ധ്യാനത്തിന് വന്നു കഴിയുമ്പം വലിയ വിടുതൽ ഞങ്ങൾക്ക് ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് ലഭിക്കുമ്പം, അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനഗുരുക്കന്മാരെ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരെ ഒരു 10 മിനിറ്റേ കാണാൻ പറ്റുള്ളൂ, എങ്കിൽ പോലും അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. കാരണം എന്താ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പുരോഹിതന്മാരോട് ചേർന്ന് ദൈവത്തെ പ്രകീർത്തിക്കാൻ സാധിക്കുന്നു, അവരോട് സംസാരിക്കാൻ സാധിക്കുന്നു. വലിയൊരു ചൈതന്യം, അവരിലുള്ള ആ ഒരു ചൈതന്യം അവർക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് ശാന്തമായെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വേദനയാണ്, നൊമ്പരമാണ്, പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. കുറേയൊക്കെ കടിച്ചമർത്തി ജീവിക്കാം. പിന്നെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുള്ളപ്പോൾ പോലും
മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനും സുഖമാണോ എന്നൊക്കെ ചോദിക്കാനും സാധിക്കുമായിരിക്കാം. പക്ഷേ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, നമുക്കറിയാലോ, സാമ്പത്തികമായിട്ട് അല്പമെങ്കിലും ഔന്നിത്യം ഉണ്ടെങ്കിൽ മാത്രമേ കൈനീട്ടുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അതുപോലെ വേദനിക്കുന്ന വ്യക്തികളുണ്ടെന്ന് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് സ്വസ്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ, പ്രതികൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, അതിനെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട് അല്ലേ? ആ നേരിടൽ, ആ അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ നമ്മൾ നേരിട്ടു. നമുക്ക് വലിയ ശക്തിയാ, വലിയ പ്രതീക്ഷയാ. അങ്ങനെ വന്നു കഴിയുമ്പം ഉള്ളിൻ്റെ ഉള്ളില് എല്ലാം അഭിമുഖീകരിക്കാൻ ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ധൈര്യം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവം നന്മകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ആയതിനാൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. എനിക്കറിയാം, ഈ ക്രിസ്മസിനോട് അനുബന്ധമായിട്ട് കുടുംബ കൂട്ടായ്മകളൊക്കെ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിലെ കുടുംബ കൂട്ടായ്മകളൊക്കെ വിദേശ രാജ്യങ്ങളിലും അവരായിരിക്കുന്ന അവസരങ്ങളിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുവാനും പ്രാർത്ഥനയ്ക്കൊക്കെ അവർ പ്രത്യേകമായിട്ട് സമയം നീട്ടിവെക്കാറുണ്ട്. ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അച്ചോ, കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ട്, 25-30 കുടുംബങ്ങളുള്ള ഒരു കൂട്ടായ്മ. ആ വ്യക്തിയുടെ വേദന അദ്ദേഹം പങ്കുവെച്ചത് ഈ പ്രകാരമാണ്. എന്തോ ഒരു ചെറിയൊരു കാര്യം, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ ഈ കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുക. ഞാനൊരു പ്രാർത്ഥനാ സമ്മേളനം വീട്ടിൽ വെച്ചാൽ ആരും വരില്ല, ആരും വരത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി, ദുഃഖമായി. ആദ്യ നാളുകളിലൊക്കെ പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു, കുറച്ചു മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ചുറ്റോട് ചുറ്റുമുള്ള വ്യക്തികളൊക്കെ അതൊക്കെ മറന്ന് എന്നിലേക്ക് വരുമെന്ന്. ഞാൻ പോയി അവരെ ക്ഷണിച്ചു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ സമ്മേളനമൊക്കെ വെച്ചപ്പോൾ 2-3 കുടുംബങ്ങളൊക്കെ വന്നു, ബാക്കിയുള്ള ആൾക്കാരൊന്നും വന്നില്ല. അവസാനം എനിക്കും ഭയങ്കര വേദനയായി, ദുഃഖമായി. എന്തൊക്കെയോ പറഞ്ഞു പരത്തി എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ. സ്നേഹമുള്ളവരെ, നമുക്കറിയാലോ, ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ, അകൽച്ച തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ ആ വ്യക്തി ചെയ്യുന്നതെല്ലാം, ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെല്ലാം നെഗറ്റീവായിട്ടേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ അകൽച്ചയിലൂടെ കടന്നു പോയാലോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാനായിട്ട്. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം വന്നു. കല്യാണം വെക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള വ്യക്തികളൊക്കെ വിളിച്ചു. അദ്ദേഹത്തിനും വലിയ വേദനയായിരുന്നു വിളിക്കാനായിട്ട് പോകാനായിട്ട്. പക്ഷേ അങ്ങനെയൊക്കെ വിളിച്ചു. വിളിക്കേണ്ട രീതിയിൽ പോലും വിളിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. കാരണം എന്താ? ഒറ്റപ്പെട്ടതിൻ്റെ വേദന അത്രമാത്രമായിരുന്നു. അതുകൊണ്ട് വിളിക്കാനായിട്ട് വിളിച്ചു. പക്ഷേ അധികമാരും ഒന്നും, തൊട്ടടുത്തുള്ള വ്യക്തികളൊന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തില്ല. പിന്നെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക, അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുക, ദുഃഖം കൂടിക്കൊണ്ടിരിക്കുക. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ വ്യക്തി വരിക. മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ഈ വ്യക്തിയോട് അകൽച്ചയാ തോന്നുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു സമയമാണ്, അവസരമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു. എന്തിനാ? നമ്മയൊക്കെ ദൈവത്തിങ്കിലേക്ക്, സമാധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്. ഒറ്റപ്പെട്ടു പോയ മനുഷ്യ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അവർക്ക് ശക്തി കൊടുക്കുവാനായിട്ട്, അവരെ ഒരുമയോടെ കൂട്ടിക്കൊണ്ടുപോയി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈശോ ജനിച്ചത്, മനുഷ്യാവതാരം ചെയ്തത്. സമാധാനത്തിൻ്റെ ദൂതമായി, ശാന്തിയുടെ ദൂതമായി. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾക്കൊക്കെ ഈ അവസരം, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, ബന്ധങ്ങളൊക്കെ അത് കൂട്ടി യോജിപ്പിക്കുവാനുള്ള അവസരങ്ങളായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, മാനുഷിക ദൃഷ്ടിയിൽ എല്ലാം നഷ്ടമായി എന്ന് വിചാരിച്ചു. പക്ഷേ ആ വിചാരമൊക്കെ ഒന്ന് മാറ്റിക്കേ. പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ,
നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടമായതെന്തും ഞങ്ങൾക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയാ ഉയരേണ്ടത്. സ്നേഹമുള്ളവരെ, ആയതിനാൽ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെ, ബന്ധങ്ങളെ കുറിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെയൊക്കെ കുടുംബജീവിതം, ദൈവത്തിന് നന്ദി പറയാം. വർഷങ്ങളായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. നാഥ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇഴയെടുപ്പമുള്ള കുടുംബങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. നന്ദി പറയാം പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കൂനുള്ള സ്ത്രീ ഉണ്ടല്ലോ, 18 വർഷമായി ശരീരത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് കൂനിക്കൂടി നടക്കുകയായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാരം വലിയൊരു ഭാരമായിരുന്നു, ശരീരത്തിന്റെ ഭാരം. ഇതുപോലെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹ ജീവിതം, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, സമൂഹത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ ഭാരമായിട്ട് വർഷങ്ങൾ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. പ്രത്യക്ഷത്തില് ഭാരങ്ങളൊന്നും കാണാനായി സാധിക്കില്ല. എന്നാൽ മനസ്സിന്റെ ഭാരം, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, ഈ വ്യക്തിയോടെ, ഈ കുടുംബത്തിനോടുകൂടെ, അല്ലെങ്കിൽ ഈ സമൂഹ അംഗങ്ങളോടുകൂടെ ഞാൻ ജീവിക്കണമല്ലോ എന്ന തോന്നൽ, വലിയ ഭാരം വഹിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. ഇനി ഈ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ അത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കുടുംബ അംഗങ്ങളുടെ ഇടയിലുള്ള സൗഹൃദമായിരിക്കാം, ഊഷ്മളമായ സ്നേഹമില്ലായ്മയായിരിക്കാം, ചുറ്റുവട്ടമുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു ഇഴയെടുപ്പമില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയോ പള്ളികളായിട്ടോ ഒക്കെയുള്ള ഇഴയെടുപ്പമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ബന്ധങ്ങളൊക്കെ വീണ്ടെടുക്കാനായിട്ട് നാഥ, അങ്ങൊരു വാക്കു പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാല്, ആഗ്രഹത്തോടെ പരിശ്രമിച്ചാല് ദൈവം എല്ലാം തരും പ്രിയപ്പെട്ടവരെ. ഇനി അതുപോലെ മറ്റൊരു കാര്യമുണ്ട്. ബാഹ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ എങ്ങനെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് വലിയൊരു ചോദ്യം. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാനായിട്ട്, എന്നോട് അനുകമ്പ കാണിക്കാൻ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞു. ഇനി അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കുന്നു, പക്ഷേ എന്നെ എങ്ങനെയാ എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക? അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യകതയാണ്. അടിമത്തം, പാപത്തിന്റെ അടിമത്തങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ ധാരാളമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ടീനേജർ എൻ്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെയാ: അച്ചോ, പറ്റുന്നില്ല, ഭയങ്കര ഒരു നിസ്സംഗതയാ ജീവിതത്തിന്, ഭയങ്കര ഒരു വിഷമമാണ്. ഞാൻ വർഷങ്ങളായി, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടം, ആ സമയം മുതൽ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ മകനെ പറ്റിയത്? അവൻ പറഞ്ഞു, അച്ചോ, ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട്, മൊബൈൽ ഫോണ്, പിന്നെ ലാപ്ടോപ്പ് എല്ലാം ഉണ്ട്. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയാം. കാരണം മകൻ അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നല്ലോ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനായിട്ട്. അവൻ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്: അച്ചോ, ജോലി ചെയ്തൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഏകദേശം 1 മണിക്കൂറൊക്കെ ജോലി ചെയ്ത ശേഷം ഒരു 4-5 മിനിറ്റ് എനിക്ക് ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കിന് സമയത്ത് ഞാനൊരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പി എടുത്ത് എൻ്റെ അടുക്കൽ വെക്കും. എൻ്റെ വീട്ടിലുള്ളവരോട് പോലും എനിക്ക് മിണ്ടാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഗാഡ്ജറ്റ്സ് വേണം. ഞാൻ അഡിക്റ്റ് ആയിപ്പോയി അച്ചോ. അങ്ങനെ 1 മിനിറ്റ് എനിക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലൂടെ, ഗാഡ്ജറ്റ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. പിന്നെ 14 മണിക്കൂറും 15 മണിക്കൂറൊക്കെ ജോലി ചെയ്തു, ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആദ്യമൊക്കെ വീഡിയോ ഗെയിം കളിക്കുമായിരുന്നു. പിന്നെ എല്ലാ സൈറ്റുകളിലൂടെയും ഞാൻ പോകുമായിരുന്നു, എല്ലാ സൈറ്റുകളിലൂടെയും. പിന്നെ ആകെ ജീവിതം മുരടിച്ച അവസ്ഥയാണ്. അവനിത് പറയുമ്പം ഒരു വിറയലുണ്ടായിരുന്നു അവൻ്റെ കൈകൾക്കൊക്കെ. പറ്റുന്നില്ല.
അവനത് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിക്കുന്നില്ല. അവൻ്റെ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവന് ഈ കഴിഞ്ഞ മാസങ്ങളിൽ വിവാഹിതനായി, പറ്റുന്നില്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നില്ല. ജീവിത പങ്കാളിയെ ഒരു സാധാരണ ഒരു മനുഷ്യൻ നോക്കിക്കാണുന്നത് പോലെ അവന് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവൻ ഇത്രയും നാളുകൾ കണ്ടതും കേട്ടതും ഒക്കെ വേറെ എന്തൊക്കെയോ ആയിരുന്നു. ആ കണ്ടതും കേട്ടതുമൊക്കെ അവൻ അതിനനുസരിച്ച് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പം ജീവിതം വഷളായിക്കൊണ്ടിരിക്കുക, വലിയ ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അധികമൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇവിടെയാ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് എക്സാമിൻ നടത്തേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കേണ്ടത്. കാരണം എന്താ? നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അടിമത്തങ്ങളിലേക്ക് പോയി, പിന്നെ തിരിച്ചു വരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് സ്ക്രീൻ അഡിക്ഷൻ. ഇനി ഇതിനേക്കാൾ വലിയ എത്രയോ രീതിയിലുള്ള അടിമത്തങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടമുണ്ട്, ഓരോ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട്. ഈ അടിമത്വം എന്ന് പറയുമ്പം അത് അനുഭവിക്കുന്ന വ്യക്തി മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിതം വലിയ വേദനയിലൂടെ, ദുഃഖത്തിലൂടെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പിറവി തിരുനാള് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മെ സ്നേഹിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ അത് എന്നേക്കുമായി പോയിട്ടില്ല സഹോദരങ്ങളെ, വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. അവരൊക്കെ നമ്മിലേക്ക് തിരിച്ചു വരും. പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ സമർപ്പിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും. നഷ്ടപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നാഥാ, അത് തിരികെ നേടുവാനായിട്ട് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് സന്തോഷവും സമാധാനവും നൽകാനുമായിട്ടാണ്. ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ആ സന്തോഷം, സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.